സഹോദരങ്ങളെ, മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ അസ്തിത്വം. ഈ സ്നേഹവും സമാധാനവും ആനന്ദവും നിറഞ്ഞ ആ അവസ്ഥയിൽ അവനെ മെനഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയും ആ സകല മനുഷ്യർക്കും അവന്റെ ഉള്ളിൽ ദൈവത്തെ ദർശിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് മനുഷ്യനെ ദൈവം നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വ്യത്യസ്തമായ മനുഷ്യർ പല കാരണത്താൽ പല സാഹചര്യത്തിൽ ഭിന്നിക്കാനും സ്നേഹിക്കപ്പെടേണ്ട വ്യക്തികൾ തമ്മിൽ കലഹിക്കാനും എല്ലാം കാരണം നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന മൂലപാപങ്ങളാണ്. നാം പിറന്നപ്പോൾ തന്നെ ജന്മപാപം, നമ്മുടെ ഉള്ളിലുള്ള മൂലപാപം. ദാവീദ് ഇങ്ങനെ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ഉദരത്തിൽ വെച്ച് തന്നെ പാപിയായിരിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ? അപ്പോൾ ഇതാണ് ജന്മപാപം. ഇത് എവിടുന്ന് ലഭിച്ചു നമുക്ക്? ഈ മൂലപാപങ്ങൾ മനുഷ്യനെ പരസ്പരം വെറുക്കാൻ കാരണം, മനുഷ്യനെ വെറുതെ ഭിന്നിപ്പിക്കാൻ കാരണം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂലപാപങ്ങളാണ്. അഹങ്കാരം, അസൂയ, വെറുപ്പ്, അതുപോലെ മോഹം, സ്വാർത്ഥത, അലസത, മൂഢത, അജ്ഞത, അറിവില്ലായ്മ, ഇതുപോലെയുള്ള മൂലപാപങ്ങൾ ഏതൊരു മനുഷ്യനും ഉണ്ട്. ആ മൂലപാപങ്ങളാണ് തൻ്റെ അടുത്തുള്ളവരെ വെറുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നാം ഇച്ഛിക്കാത്തത് അവർ നമ്മോട് പ്രവർത്തിക്കാൻ കാരണം ആ വ്യക്തിയിലും ഉള്ള മൂലപാപങ്ങളാണ്. ആ മൂലപാപങ്ങളുടെ ഉപജ്ഞാതാവ്, ആ മൂലപാപങ്ങളുടെ സൃഷ്ടി, ആ മൂലപാപങ്ങളുടെ നിയന്ത്രിതാവ് ലൂസിഫർ അഥവാ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന പിശാചാണ്. ആ പിശാച് ഈ മൂലപാപം മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ച് നൽകാൻ കാരണം ദൈവം തന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ഈ ഭൂമിയിൽ സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ച് ദൈവദൂതന്മാരെ പോലെ എല്ലാവരെയും ആദരിച്ചും മാനിച്ചും സ്നേഹിച്ച് ജീവിച്ച് അവനെ സൃഷ്ടിച്ച ദൈവത്തിന് സ്വർഗത്തിലുള്ള ദൈവദൂതന്മാർ നിരന്തരം സ്തുതികൾ അർപ്പിക്കുന്നത് പോലെ ഭൂമിയിലെ മനുഷ്യനും ദൈവത്തെ സ്തുതിക്കാൻ പാടില്ല. അങ്ങനെ അവനെ സൃഷ്ടിച്ചതിന്റെ പേരിൽ ദൈവത്തിനു നന്ദി പറയാൻ പാടില്ല മനുഷ്യൻ. അങ്ങനെ മനുഷ്യൻ